ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മോളോസിന്റെ ഒരു പുതിയ വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം കുറച്ച് കുഞ്ഞു ഓർഡറുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് വലിയ ഓർഡർ കിട്ടിയാലും നമുക്ക് അത്രയും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. അപ്പൊ ചെറിയ ഓർഡർ കിട്ടിയാൽ മതി. ഒരു ദിവസം എനിക്ക് ഇത്ര കിട്ടിയാൽ മതി, അത്രയാണ് നല്ലത്. അപ്പൊ ഇന്നും ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ കൊണ്ടുപോയി അയച്ചിട്ടൊക്കെ വന്നതാണ്. 200-ന്റെ 2 ഉണ്ടായിരുന്നു, കൊണ്ടുപോയി അയച്ചിട്ടൊക്കെ വന്നതാണ് കേട്ടോ. അപ്പൊ എനിക്ക് ആദ്യം കിട്ടിയ പൈസയും കൊണ്ട് ഞാനൊരു സ്ഥലത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. വേറൊരു സ്ഥലത്തോട്ട് പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ സാഹചര്യവശാല് പോകാനായിട്ട് പറ്റിയില്ല. പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, എന്തൊരു കഷ്ടപ്പാടിനാണെങ്കിലും നമുക്കൊരു കഷ്ടപ്പെടാനും നമുക്ക് ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ നേടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്തൊരു കാര്യമാണെങ്കിലും അല്ലേ, അതിന് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു വിശേഷങ്ങൾ. പിന്നെ ഇന്നൊരു വലിയ സന്തോഷ കാര്യമുണ്ട്. സർപ്രൈസ് ആയിട്ട് രാവിലെ 9:30 ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് അനിയനും കുഞ്ഞും കൂടെ വരുന്നുണ്ട്, നമ്മുടെ സുഖവും മോനും കൂടെ വരുന്നുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എന്നാലും എല്ലാം സെറ്റാക്കി റെഡിയാക്കി കുളിയും കഴിക്കും. ഇനി അവർ വന്നാൽ മതി. പക്ഷെ അവരുണ്ടല്ലോ, ഇപ്പൊ 2 മണി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഉച്ചക്കത്തെ ഫുഡ് അവർ പുറത്തുനിന്ന് കഴിക്കുമായിരിക്കും. കാരണം കൊച്ചും കൂടെ ഉണ്ടല്ലോ കൂടെ. ഞാൻ അവർക്ക് ഉച്ചയ്ക്ക് ഉണ്ട് സമയമാകുമ്പോഴത്തേനും എത്തുമെന്ന് ഓർത്തുകൊണ്ട് തല്ലിപ്പടച്ച് ഓടിപ്പോയി എന്നാ പറയുന്നത് എല്ലാം സെറ്റാക്കി കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, എനിക്ക് ആരിലും വരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആരാണെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് വരുന്നത് എനിക്കൊരു ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. അതിപ്പോഴല്ല, പണ്ടാണെങ്കിലും. അല്ലാതെ ഇപ്പൊ വീഡിയോ ഉള്ളതുകൊണ്ട് തരാം കേട്ടോ. പണ്ടാണെങ്കിലും എനിക്കത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആര്യാലും താമസിച്ചപ്പോഴാണേലും ചേച്ചിമാരാണേലും ഞങ്ങളുടെ മക്കളാണേലും കൂടപ്പുറപ്പുള്ള മക്കളാണേലും അമ്മാവന്മാരാണേലും അമ്മായിമാരാണേലും ഒക്കെ ഓടി വരുമായിരുന്നു കേട്ടോ. കാഞ്ചേറുകാരാണേലും ഒക്കെ. അപ്പോൾ എനിക്ക് എല്ലാവരും വരുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ചിലർക്കുണ്ടേ ആരേലും വരുവാന്ന് പറഞ്ഞാൽ എന്നാ വെച്ച് കൊടുക്കും, എന്നാ ചെയ്യും, കറി എന്നാ ചെയ്യും, കഞ്ഞി എന്നാ ചെയ്യും. ആരും ഒന്നും ഇല്ലാത്തഞ്ഞിട്ടല്ലെന്നേ നമ്മുടെ വീടുകളിലോട്ട് വരുന്നത്. ആരും ഫുഡ് കഴിക്കാൻ ഇല്ലാഞ്ഞിട്ട് ഒന്നും വരുന്നല്ലോ. ഒരു സന്തോഷം, കൂടപ്പുറപ്പുകളൊക്കെ വരുന്ന ഒരു സന്തോഷമല്ലേ ചേട്ടാ. എനിക്ക് സുഖം എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ സുഖവും ചേട്ടാ ഒരുമിച്ചാണ് കിടപ്പ് വരെ. അത്രയ്ക്ക് സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്. അതൊക്കെ നമ്മൾ അങ്ങോട്ട് ഇരുന്നതും ഭയങ്കര ഒരു സന്തോഷമാണ്, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അനിയത്തി രാവിലെ വിളിച്ചു. അനിയത്തിയെ ഞാൻ അങ്ങോട്ട് വിളിച്ചേടി, പറ്റിയതാണോ? കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറ്റിച്ചു. ഞങ്ങൾ നെടുങ്കണ്ടം വരെ എത്തി. നെടുങ്കണ്ടല്ല, കുമിളി വരെ എത്തി. ഇതുപോലോട്ടാ. അതവിടെ പറ്റിയതാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ലേ ചേച്ചി ഇന്ന് പോന്നിട്ടുണ്ട്, 2 പേരോട് രാവിലെ പോന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അത് കേട്ട മാത്രയ്ക്ക് തന്നെ ഞാൻ പോയി. ചേട്ടാ ഈ കടയിൽ പോയി കഴിഞ്ഞല്ലോ. എന്നാലും നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. എന്നാലും ഇച്ചിരി പച്ചക്കറിയുടെ ഒക്കെ കുറവുണ്ടായിരുന്നു. പിന്നെ അവർക്ക് മീനായി ഏറ്റവും ഇഷ്ടം. ബീഫിനെക്കാട്ടിയൊക്കെ ബീഫ് ഇഷ്ടമാണ്. ഇല്ലെങ്കിൽ ബീഫ് ഐറ്റംസ് ഒക്കെ ഇഷ്ടമാണെങ്കിലും ഈ നാട്ടിൻപുറംകാർക്ക് എല്ലാവർക്കും മീനാണ്. മീനിന്റെ ഒരു 4-5 സൈസ് കറികൾ കാണും ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ ആണെങ്കിലും. അതുകൊണ്ട് ഞാൻ പോയി മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കറിയൊക്കെ വെച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 2 മണിയായിട്ടും കാണുന്നില്ലല്ലോ. എന്നാ ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പൊ എന്റേതായ അത്യാവശ്യ പരിപാടികളും കാര്യങ്ങളും കിച്ചണിലെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഞാനോട് തന്നെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ചേക്കാം. അവർ വന്ന് പിന്നെ സംസാരവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്താനം കാര്യങ്ങളൊക്കെ ആവുമ്പോഴത്തേനും ഒന്നും നടക്കത്തില്ലതേ. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് ഇപ്പൊ ഈ വീഡിയോ ഉള്ളതുകൊണ്ട്. നമ്മുടെ ഒരു വരുമാനമാർഗം ഇതായതുകൊണ്ട് ഇത് സെറ്റാക്കി വെക്കണം, നാളെ 9 മണിക്ക് ഇടണമല്ലോ. അങ്ങനെ അല്ലാണ്ട് എനിക്ക് ആരൊക്കെ വരുന്നതൊക്കെ ഭയങ്കര സന്തോഷം. അതുകൊണ്ട് തന്നെ എനിക്ക് മേശപ്പുറത്ത് നിറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം. അത് ചിലരുടെയാണവേ. ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പോ നിനക്ക് എത്ര ചപ്പാത്തി വേണം, നീ എത്ര കഴിക്കും, 2 അതോ 3 അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ല. ആര് വന്നാലും മനസ്സറിഞ്ഞ് കഴിച്ചതിന് ബാലൻസും കാണണം. നമ്മളിപ്പോ ഒരു കറിയൊക്കെ ആണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഏറെ ചേക്കണം. എന്നാന്ന് വെച്ചാൽ തികയണം സംഭവം. ഒരാളെടുത്താലേ ഒരു 5 പേരെ എടുത്തു കഴിഞ്ഞപ്പോൾ 6ാമത് ഒരാൾക്ക് എടുക്കാനില്ലാതെ ആവരുത്. അങ്ങനെയൊക്കെ ഉള്ളൊരു നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇച്ചിരി ഏറെ ഉണ്ടാക്കും. ദിവസം വീതിയുണ്ട്, നമുക്ക് ചൂടാക്കിയാൽ മതി, കഴിക്കാം എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഫ്രിഡ്ജ് ഉണ്ടല്ലോ. ഫ്രിഡ്ജ് എന്തിനാ? നമുക്കിങ്ങനെ മീതി വന്നിട്ട് സാധനങ്ങൾ വേസ്റ്റ് ആക്കാതെ എടുത്ത് വെച്ച് കഴിക്കാനായിട്ടാ. ചിലർ അങ്ങനെയുണ്ട്. ഞങ്ങൾ ഫ്രിഡ്ജ് വെച്ചത് കഴിക്കില്ല. എന്നാൽ പിന്നെ ഫ്രിഡ്ജിന്റെ ആവശ്യമുണ്ടോ? എന്നിട്ട് എടുത്ത് വില നോക്കാതെ കൊണ്ട് ചുമ്മാ സാധനം നശിപ്പിച്ച് കളയും ഇച്ചിരി കൂടുതലുണ്ടാക്കിയാൽ. പക്ഷെ അങ്ങനല്ല, ഞാൻ അങ്ങനൊന്നുമില്ല. ഞാൻ ഇച്ചിരി കൂടുതൽ വെച്ച് ഉണ്ടാക്കും, എന്നിട്ട് മീതി വന്നാകെ ചെയ്യും കേട്ടോ. അപ്പൊ ഞാൻ എന്റെ പരിപാടികളൊക്കെ രാഗളെ ബംഗളൂടെ കയറി വന്നു. ഞങ്ങള് ഒരു കാര്യം തീരുമാനിച്ചല്ലാടെ ആര്യക്കൂട്ട, ഏതെങ്കിലും തങ്കപ്പനോ വാസുവിനോ പിന്നെ റെജിക്കോ ആർക്കെങ്കിലും ഇവളെ വിൽക്കാൻ പോവാ. ഒരു 5000 രൂപ കിട്ടിയാൽ കൊടുക്കും. എന്നിട്ട് ഞങ്ങൾ വേറെ രഞ്ജിത്തിനും ലതയ്ക്കും നല്ല കൊച്ചിനെ മേടിക്കും. നിന്നെ കൊടുത്തേക്കട്ടെടി? കൊടുക്കും. അല്ല, തങ്കപ്പന് കൊടുക്കാനേടി? അല്ലേടാ? ആർക്കാടി? ആർക്കാ നിന്നെ കൊടുക്കുന്നേ?
ഇവിടെ പോത്തില്ല, നമ്മള് ചാക്കിനകത്ത് കെട്ടി പിന്നല്ലാണ്ട് നമ്മള് ചാക്കിനകത്ത് കിട്ടും. എന്നിട്ട് കൊണ്ടുപോയി തങ്കപ്പന്റെ കൈ കൊടുത്തിട്ട് പറയും പെട്ടെന്ന് കൊണ്ടുപോകണം, തങ്കപ്പൻ തലേ വെച്ചോണ്ട് പോക്കോളൂ. അതാണ് ഞങ്ങൾ പറയല്ലേ, തങ്കപ്പനെ കൊടുക്കത്തുള്ളൂ. തങ്കപ്പനെ നിനക്ക് ഇഷ്ടമല്ലേ? അല്ലല്ല, ഞങ്ങൾ ആരിനെ കൊടുക്കുകയല്ല. കാരണം എന്താന്ന് വെച്ചാൽ ആര്യം പാവം കൊച്ചാ, നല്ല കൊച്ചാ. രഞ്ജിത്ത് കിളവനാകുമ്പം ലത കിളവിയാകുമ്പം ജോലി ചെയ്ത് അവരെ രണ്ടുപേരും നോക്കേണ്ടതാ. നിന്നെ വളർത്തിയാലേ നിന്നെ കെട്ടിച്ചു വിടണ്ടേ? അന്നേരം പിന്നെ രഞ്ജിത്തിനെയും ലതനെയും നോക്കത്തില്ല. അതിപ്പോ നിന്നെ ഞങ്ങൾ കൊടുത്തിട്ട് വേറെ ഞങ്ങളൊരു ചെറുക്കൻ കൊച്ചിനെ മേടിച്ചോളാം, അല്ലെ നല്ലൊരു പെൺ കൊച്ചിനെ വേറെ മേടിച്ചോളാം, നല്ലൊരു കൊച്ചിനെ മേടിച്ചോളാം. നിന്നെ തങ്കപ്പന് കൊടുക്കാം. മറ്റേ തങ്കപ്പന് തങ്കപ്പനെന്ന് പറഞ്ഞേ അല്ല, ആരുടെ ഞങ്ങൾ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്നാ നിന്നെ കൊടുക്കത്തുള്ളൂന്ന്? ആ കണ്ടോ, നിന്നെ 5000 രൂപ ഇട്ട് ഞാൻ ലതയും രഞ്ജിത്തും വരുന്നതിന് മുമ്പേ ഞങ്ങൾ പിടിച്ചു കൊടുക്കും. എന്നാ നോക്കാം, ഇപ്പൊ തന്നെ കൊടുക്കാൻ വേണ്ടി വന്നാ ഫോൺ വിളിച്ചാൽ മതി, എന്നാലും തങ്കപ്പൻ വരും. എല്ലായിടത്തുനിന്നും പിള്ളേരെ മേടിച്ചോണ്ട് പോകുന്നതാ തങ്കപ്പൻ. പിന്നെ എങ്ങനെയാണ് ഇതിൽ കെറിയാ വരുന്നത്? കൈ എല്ലാം കെട്ടി വെക്കിയല്ലേ? എന്നാ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുമായിരുന്നു. ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കണം, മുറ്റം തൂത്തരാൻ പറഞ്ഞാൽ മുറ്റം തൂത്തരണം, പെര തൂത്തരാൻ പറഞ്ഞാൽ വലുതാകുമ്പോഴൊക്കെ ചെയ്തു തരാമോ? കുറച്ചുകൂടെ വലുതാകുമ്പോഴൊക്കെ. സിന്ധുമ്മ രാവിലെ വിളിക്കുവേടി കല്യാണി മോളെ വന്ന് മിറ്റൊന്ന് തൂത്തരെന്ന് പറഞ്ഞാൽ തൂത്ത് തരുമോ? എടാ കൊടുത്തേക്കടാ, ഇവിടെ തൂത്തൊന്നും തരികയില്ല. തൂത്ത് തരുന്നില്ലേ? ആ എന്നാ നിന്നെ കൊടുത്തേക്ക. തങ്കപ്പന് കൊടുക്കുന്നില്ല, പോട്ടെ. രഞ്ജിത്തിന്റെ തന്നെ വളർത്തിക്കോട്ടെ പോകാതിരിക്കുന്നത്. അതാ ശശിക്ക് കൊടുക്കാം. തങ്കപ്പന് വേണ്ടെങ്കിൽ ശശിക്ക് കൊടുക്കാത്. എന്നാ ശശിക്ക് കൊടുക്കണോ? പിന്നെ ആർക്കാ ഞങ്ങള് കൊടുക്കുന്നേ? എന്നാ പിന്നെ ലതയും രഞ്ജിത്തും തന്നെ വളർത്തട്ടെ. കിളവിയാകുമ്പോ ലത കിളവിയാകുമ്പോ നീ എന്നെ മേടിച്ചു കൊടുക്കും. നിന്റെ അമ്മ കിളവിയാകുമ്പോ വലിയ ഡയറി മിൽക്കോ ഉടുപ്പോ ആണോ? അല്ല, ഡ്രസ്സൊന്നും മേടിച്ചു കൊടുക്കല്ലേ? കൊടുക്കുവോ? പർപ്പിളോ? ആണോ? ആ എന്നാ പിന്നെ പോട്ടെ, വെച്ചേക്കല്ലടാ. എന്നാ തങ്കപ്പന് കൊടുക്കണ്ട. ഇന്നാണ് രാവിലെ സിന്ധുമ്മ സ്വപ്നം കണ്ടതെന്നറിയാം. ഇപ്പൊ എല്ലാ ദിവസവും സിന്ധുമ്മ പന്ന സ്വപ്നമാണ് കാണുന്നത്. ഇന്ന് സ്വപ്നം കണ്ടതെന്നറിയോ? 2 ചെറുക്കൻ പിള്ളേരാ, നിന്റെയൊക്കെ അത്ര ഉള്ള 2 പിള്ളേര് ഒരു കുഞ്ഞു ചെറുക്കൻ കോച്ചിനെ ഇട്ടുകൊണ്ട് അടിക്കുവോ. എന്നിട്ട് ഒരുത്തൻ പുറത്ത് കയറിയിരിക്കുന്നു, എന്നിട്ട് ഇടിക്കുന്നൊക്കെ. അപ്പൊ ഞാൻ ചാടി പഠിച്ചിട്ട് എന്നാടാ കാണിക്കുന്നത് നീയൊക്കെ എന്റെ ആ കൊച്ചിന്? ആരെ നമുക്കറിയത്തോലും ഇല്ലാത്ത കൊച്ചാ. ആ അന്നേരം കണ്ണു തുറന്നപ്പോ സ്വപ്നം. അതുകൊണ്ട് കൊടുക്കുന്നില്ലയോ? ഞങ്ങളെ സുന്ദരിപ്പണ കേട്ടോ, ഞങ്ങൾ കൊടുക്കുന്നൊന്നുമില്ല. ഞങ്ങള് മാക്കറി മുക്കി തവള മുക്കി എന്നൊക്കെ ഞങ്ങൾ ചുമ്മാ വിളിക്കുന്നു. ഞങ്ങളുടെ സുന്ദരി കൊച്ചാ കേട്ടോ. എന്നോട് ഞാൻ നല്ല സുന്ദരിയാ, ശേഖമൊക്കെ ഉണ്ട്. പിന്നെ ചിലപ്പോ ഇച്ചിരി വാതകേറ്റം ഉണ്ട് അല്ലേ? അല്ലേടാ ആര്യ? ചില സമയത്തല്ലേ, ചില സമയത്ത് നല്ലതാ. കൊടുക്കണോടി? എന്നാ എനിക്ക് കിളവിയാകുമ്പോ എനിക്ക് തന്നെ മേടിച്ചിരുന്നേ. ഞാൻ കിളവിയാകുമ്പോ ബ്ലൂ കളർ ഡ്രസ്സ്. എന്റെ ദൈവമേ, എന്നാ ഒരു തങ്കപ്പനും കൊടുക്കുന്നില്ല എന്റെ കൊച്ചിനെ. ഒരു ശശിക്കും കൊടുക്കുന്നില്ല, ഒരു തങ്കപ്പനും കൊടുക്കുന്നില്ല. അയ്യോ, എന്നാ പിന്നെ ചുഗണ്ണന് കൊടുക്കണോ ഇത്? ഇല്ലടാ, വേണ്ട കൊടുക്കണ്ട. ചുഗണ്ണന് ഒന്നും കൊടുക്കണ്ട. നല്ല കൊച്ചാട്ടോ. മാക്രി മൂക്കി ഒന്നുമല്ല, നല്ല സുന്ദരി മൂക്കിയൊക്കെയാ. നല്ല മൂക്കും കണ്ണൊക്കെ നോക്കിയേ, നല്ല സുന്ദരിയല്ലേ. അയ്യോ, നല്ല സുന്ദരി കേട്ടോ. നല്ല കണ്ണ്, നല്ല മൂക്ക്, നല്ല റോസി ലിപ്സ്. കണ്ടേ? നോക്കിയേ, മുഖം നോക്കിയേ. മുഖം ആരുടെ ഷേപ്പാടാ? തവളയുടെ മൂക്ക്, തവളയുടെ ഒരു മൂക്ക് കണ്ടോ? അസൽ മൂക്ക് തവളയുടെ മാതിരിയാ. അയ്യോ ദൈവമേ, അതെ ഒളിച്ചത് വെച്ചിട്ട് ഒരു കാര്യമില്ല. എന്റെ ദൈവമേ, കല്യാണിക്കുട്ടിയുടെ കയ്യിൽ എന്തോ ഒരു സംഭവം 8 കാലിൽ തൊട്ടതാണോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ലതേനെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ അതിന് വിളിച്ചതാട്ടോ എന്നെ. വളയത്തിൽ കൊണ്ട് ഇവിടെ ഒരു വിഷകാരിയുണ്ട്, അവിടെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞോണ്ടേ. എൻ്റെ പൊന്നെ, പണ്ട് ഇങ്ങനെ എൻ്റെ മക്കളെ ദേഹത്തൊരു ഫംഗൽ കൊണക്ക് വന്നിട്ട് കുറേ പൈസ കളഞ്ഞതാണ് കമ്പത്തും അവിടെ ഇവിടെ എല്ലാം നടന്ന്. അതുകൊണ്ട് എനിക്കിങ്ങനെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കാണുമ്പോൾ ഒരു വിഷമോ പേടി പോലെ. തുളസിയും മഞ്ഞളും ഒക്കെ തൂത്താന്നാ പോകുന്നത്.
ഇപ്പം അവള് പറഞ്ഞല്ലോ മഞ്ഞള് അല്ലേ, മഞ്ഞളാണ് മഞ്ഞള്. തുളസി തൂക്കാൻ ഇപ്പം ഞാനാ പറഞ്ഞു കൊടുത്തത്. പക്ഷെ ഇത് ഇത്ര ആയപ്പോഴത്തേനും ഇന്നലെ കണ്ട മാതിരി അല്ല ഇപ്പം ഇരിക്കുന്നത്, ഇച്ചിരി കൂടെ വ്യത്യാസമായി. അതുകൊണ്ട് ഞാൻ പറയുമായിരുന്നു ലതയോട്. അതിന് ലത പറഞ്ഞ ഒരു ഫോട്ടോ എടുത്തിട്ട് വന്നേ സിന്ധു ചേച്ചിന്ന്. ഞങ്ങൾ വഴക്കിട്ട് പോയി പിണങ്ങി സങ്കടപ്പെട്ട് കിടക്കുന്നത് എന്നാ പാട്ട് കേട്ടപ്പോ വിഷമം? ഗോവിന്ദയോ? എടാ ഗോവിന്ദയുടെ പാട്ട് കേട്ടപ്പോ നമുക്ക് വിഷമോ? അത് നീ ആ ഗോവിന്ദയുടെ പാട്ടൊന്ന് പാടിക്കേ. കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ പാടും. ചിക്കന ചിക്കന ഗോവിന്ദ ഗോവിന്ദ. ഇത് കണ്ടിട്ടാ ഇപ്പൊ കൃഷ്ണ കൃഷ്ണയൊക്കെ പാടുന്നത് കേട്ടോ. അയ്യോ മഴയില്ല കേട്ടോ, മഴയില്ലേ, ഭയങ്കര ഇടി. സമയം 2 മണി ആയതുകൊണ്ട് ഇടിയെന്ന് വെച്ചാൽ ഭയങ്കര ഇടി. മഴക്കാറ് വെച്ച് എന്താ പറഞ്ഞാൽ 2 മണി വരെ എന്നിട്ട് ഭയങ്കര ഇടി. ഞാൻ എല്ലാം ഊരി ഇട്ടിട്ട് ഇരിക്കുക. എൻ്റെ അമ്മ, ഈ ഇടിയാണ് വലിയ ആപത്ത്. എന്നറിയോ, ഇങ്ങനത്തെ ഇടിയാണ് വീട്ടുപകരണങ്ങൾ പോകുന്നതും ഓരോരുത്തർക്കിട്ട് മിന്നലേക്കുന്നതും ഒക്കെ ആപത്ത് പിടിച്ചത്. കല്യാണിയും കൊണ്ട് ആശുപത്രി പോകാനായിട്ട് വന്നേക്കുന്നില്ല. അതെയും രഞ്ജിത്തും കയ്യാലെ കാണിക്കാൻ വേണ്ടിയിട്ടേ. അയ്യോ ഭയങ്കര മിന്നൽ കേട്ടോ. അല്ല മിന്നലെ ഇങ്ങോട്ട് ഭയങ്കര ഇത് അറിയാൻ പറ്റുന്നില്ല. ഇടി ഭയങ്കര ഇടി, ഭയങ്കര സൗണ്ട്. മുമ്പ് പൊട്ടക്കം പറഞ്ഞു വരണ്ടു പോയി. എന്താ പൊന്നെ, ഇത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പെരയ്ക്കകത്തിരുന്നാണ്. കാറ്റ് നോക്കിയേ, ഭയങ്കര കൊടുങ്കാറ്റ് കൊടുക്കുക. അയ്യോ എൻ്റെ ചെമ്പരത്തി നേരെ മണ്ടേ കിടപ്പുണ്ട്. അത് കാറ്റ് കൊണ്ടുപോകാൻ തരത്തില്ല. മണ്ടേ കയറിപ്പോയി ഒന്ന് നോക്കിയിട്ട് വരട്ടെ. അയ്യോ പക്ഷേ ഇടി കാരണം എനിക്ക് മുകളിൽ കയറിപ്പോകാനും പേടിയായി. ഈ ചീട്ടിട്ടേക്കുന്നതുകൊണ്ടേ ആ ഇടി മിനുമ്പം എനിക്ക് പേടിയാണ് മണ്ടേ കയറിപ്പോയാൽ. എന്തായാലും കയറി ഒന്ന് മൂടി ഇട്ടിട്ട് വരാം, അല്ലെങ്കിൽ കാറ്റടിച്ച് കൊണ്ടുപോയാലോ. ഉണ്ടോ ഇപ്പോഴത്തെ ഒരു കാറ്റിന് പറപ്പിച്ച് അതിൻ്റെ ഇതെല്ലാം കുറച്ച് പോയി കേട്ടോ. അയ്യോ അതുകൊണ്ടോ കാറ്റ്. ഇനി അപ്പോൾ ഒരു കാര്യം ഇവനെ നമുക്ക് മൂടിയിടാമല്ലേ. ഇതേ പാവാടയൊക്കെ താഴെ കിടക്കുന്നു. എൻ്റെ പൊന്നെ ചെന്ന് മടക്കിയിടാം ഇവനെ, അല്ല കാറ്റ് പ്രശ്നമാവും. തടിച്ച് പെയ്ത് വരുന്നുണ്ട് കേട്ടോ, നല്ല കാറ്റാണ്. ഇപ്രാവശ്യത്തെ മഴയൊക്കെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പേ വലിയ തകർപ്പാന്ന് തോന്നി. അതോ വേനൽ മഴ കൊണ്ട് മഴക്കാലത്തെ മഴ താമസിക്കാനാണോ എന്ന് അറിയത്തില്ല. എന്ത് പണിയുന്നുണ്ട്. ഇത് കണ്ടോ, കുറേ പറത്തി കളഞ്ഞു. ഇതുകൊണ്ടോ ഉണ്ടോ, ഞാൻ എന്നാ ചെയ്യാൻ. നല്ല കാറ്റ് മഴയാണ് കേട്ടോ, തകർപ്പ മഴ. ഈ ഒരു വിധത്തിൽ ഞാൻ ഓടി താഴെ ഇറങ്ങി. എന്താ പൊന്നെ മണ്ട കയറിപ്പോട്ടെ, പെട്ടുപോയി. എന്താ അപ്പോ പെട്ടെന്ന് ഒരു വിധത്തിൽ താഴെ ഇറങ്ങി വന്നു. ശ്വാസം മുട്ടുന്നു ഓടിയിട്ട്. ഇതേ ഇവിടെ വരെ നനഞ്ഞു കൊണ്ടോ. എൻ്റെ പൊന്നെ എന്നാ മഴയാണെന്ന് ഇപ്പം മനസ്സിലാവുണ്ടോ. ഇത് പൊള്ളിയ ഈ വർഷം പെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ മഴയാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ വെള്ളം കെട്ടിക്കിടക്കുവാണേ. ചുറ്റും ഫുള്ള് വെള്ളം കെട്ടിക്കിടക്കുവാണ്, നിറഞ്ഞു വെള്ളം കൊണ്ട്. ഒഴി പൊക്കോളും, എന്നാലും ഇത്രയും നിറഞ്ഞിട്ടില്ല. മഴ ഇടിയായിപ്പോയി. അല്ലാതെ ഞാനുണ്ടല്ലോ ചൂലുമായിട്ടത് ഇറക്കി ഇത് തൂത്ത് വിട്ടാലും അപ്പം നമ്മുടെ ഇതെല്ലാം ചെളിമൊക്കെ പോയേനെ. പക്ഷെ എന്നാ ചെയ്യാനാ, ഇടിയാ ഭയങ്കര ഇടിയും മിന്നലുമാണ്. ഇടിയും മിന്നലെന്ന് പറഞ്ഞാൽ ഇപ്പം പെയ്യാൻ വേണ്ടി ഒരു അരമണിക്കൂറായി കേട്ടോ. ഇങ്ങനെ നിന്ന് പെയ്യും ഒരേ ലെവലിൽ. അപ്പം പെയ്യട്ടല്ലേ. മിനിറ്റിന് കറണ്ട് പോവുക. എപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്, എപ്പോൾ തുടങ്ങിയ മഴ. എൻ്റെ പൊന്നേ മതി. ഇത് വലിയൊരു ശമനമില്ലേ, മഴക്കാലം തുടങ്ങിയാകത്തില്ല. ഇതുണ്ടോ മൊത്തം നനഞ്ഞില്ലേ, ഇവിടെ വരെ നനഞ്ഞു കിടക്കാം ഫുള്ള്. എപ്പോൾ തുടങ്ങിയതെന്നറിയോ, ഇടി പൊടപൊടപൊടാന്ന് ഇടി വീഴുവേ. അയ്യോ എന്നിട്ട് നമ്മൾ കറണ്ട് തരുന്ന ഓഫായി പോകും. ഒരു രക്ഷയില്ല കേട്ടോ. ദൈവം ചേട്ടാ എങ്ങനെ വരുമോ. എപ്പോൾ തുടങ്ങിയതാണോ, 2-2:30 തുടങ്ങിയ മഴയാ. നമ്മുടെ ഒരു പുതിയ സംരംഭം തുടങ്ങിയിട്ട് ആദ്യത്തെ പൈസ കിട്ടിയത് വെച്ച് അമ്മമാരായതിന് തിരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കത്തിച്ചു പ്രാർത്ഥിച്ചു. കാരണം ദൈവത്തിൻ്റെ ഒരു ഇതുണ്ടെങ്കിലാണല്ലേ എല്ലാ കാര്യത്തിലും നമുക്ക് സമാധാനവും ശാന്തിയായിട്ട് മുമ്പോട്ട് വരുന്ന. ആ ഒരു പ്രൊഡക്റ്റ് 4 ദിവസം കഴിയുമ്പോഴൊക്കെയാണ് ഓരോരുത്തരുടെ കൈകളിൽ കിട്ടുന്നതെന്നാണ് അയച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരുടെയും കൈകളിൽ കിട്ടിക്കഴിയുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലാണ്ട് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്താ പറയുക, ഒത്തിരി നല്ലൊരു സാധനമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് എന്നുള്ള നല്ലൊരു മെസ്സേജുകളും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും ഗുണപ്രദമാകണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം തിരിച്ചു മാതാവിൻ്റെ അടുത്ത് വന്ന് കത്തിച്ചു കേട്ടോ. രാവിലെ ഭഗവാന്റെ അടുത്ത് പോകാമെന്ന് കൂടെ വിചാരിച്ചത്. പക്ഷേ എനിക്ക് കുറേ ഈ വയ്യാഴികളുടെ കുറേ എണ്ണയും സാധനങ്ങളൊക്കെ രാവിലെ തേക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വെളുപ്പിനെ എണീറ്റ് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് പറ്റിയില്ല അമ്പലത്തിൽ പോയിട്ട്. വൈകിട്ട് നമ്മൾ അമ്പലത്തിലും പോയി
പ്രാർത്ഥിക്കാം കേട്ടോ. നേർച്ചയൊക്കെ ഇട്ട് വഴിപാടൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കാം. ഇപ്പം ഞാൻ ഉപ്പറയ്ക്ക് വന്നപ്പം അയക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ആദ്യത്തെ പൈസ കിട്ടിയതല്ലേ, അപ്പം അമ്മ മാതാവിൻ്റെ അടുത്ത് തിരികെത്തിച്ചാട്ടോ. എൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നാണ് കേട്ടോ. അപ്പം എനിക്ക് എല്ലാ ദൈവങ്ങളും ഒരുപോലെ തന്നെ എൻ്റെ അമ്മയെപ്പോഴൊക്കെ സ്നേഹിക്കുന്നതാണ് എൻ്റെ അമ്മ മാതാവിനെ. അതുകൊണ്ട് തന്നെ അമ്മ മാതാവിൻ്റെ അടുത്ത് കൂടി വന്നതാണ് കേട്ടോ. എനിക്ക് ആദ്യം കിട്ടിയ ഒരു വരുമാനത്തിൻ്റെ ഒരു അംശമായിട്ട് കേട്ടോ. അമ്മ മാതാവ് കാത്ത് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകാട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോകാട്ടോ. ഇവിടെ വന്ന് നിൽക്കുമ്പോണ്ടല്ലോ ഒരു ഭയങ്കര വൈബ്, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. എനിക്കറിയില്ല, എനിക്ക് ഇവിടെ വന്ന് പോകാനായിട്ട് മടിയാണ്. പക്ഷേ ഇന്ന് എനിക്ക് നമുക്ക് ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, കൂടപ്പുറപ്പ് തന്നെയാണ്. അപ്പം അവർ വരുന്നുണ്ട്. അതുകൊണ്ട് ഇച്ചിരി തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് പോവാം കേട്ടോ. അപ്പം മാതാവിനെയൊക്കെ അവിടെ ഒക്കെ അടച്ചൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് പോയേക്കാല്ലേ. തിരികെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. ഇത് നല്ല കാറ്റുണ്ടേ, കുറച്ച് 2-3 കെട്ടാൻ തോന്നുന്നു. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. പാട്ടും സൗണ്ടും ഒക്കെ ഇട്ടിട്ട് വണ്ടി പോകുന്നതാണ് കേട്ടോ. ടൂറിസ്റ്റ് ബസ്സാണേ. ഇന്നലെ ഭയങ്കര മഴ ഇടിയായിരുന്നുകൊണ്ട് നമുക്ക് രാത്രി ഭയങ്കര മഴ ഇടിയായിരുന്നു. അതുകൊണ്ട് താളി ചെമ്പരത്തിയാണെങ്കിൽ വെയിലത്ത് ശരിക്കും വെക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ എടുത്ത് വെച്ചിട്ടില്ല, ചെന്നിട്ട് വേണം എടുത്ത് വെക്കാനായിട്ട്. പക്ഷെ മൂടിക്കെട്ടി നിൽക്കുക, ഒരു വലിയ വെയിലില്ല, വലിയൊരു ശക്തിയില്ല. മൂടിക്കെട്ടി നിൽക്കുക, ഒരു ഉഷാറുള്ള വെയിലല്ല. ചെറിയൊരു വെയിലുണ്ട്, പക്ഷെ ഉഷാറുള്ളൊരു വെയിലല്ല. അപ്പോൾ എന്തായാലും ചെന്നിട്ട് കുറേ പരിപാടികളുണ്ട്. അവർ വരുമ്പത്തേന് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കണം. ഞാൻ എൻ്റെ അനിയനും കൊച്ചൊക്കെ വരുന്നതിന് എനിക്ക് മീൻ പോകാൻ തന്നെ കേട്ടോ. 350 ഇതെല്ലാം ഡാറ്റിങ്ങിൻ്റെ പരിപാടി കേട്ടോ. വയനാട് ഉൾക്കൊണ്ട വർഷത്തിനുണ്ട്. ഇത് മീനെ ഞാൻ നിങ്ങളെ കണ്ടിട്ട് ഇത് എത്ര കിലോ ആണ്? എൻ്റെ അമ്മ ഞാനിത് എത്ര കിലോ കാണും ഇവരോടൊക്കെ ചോദിച്ചു കേട്ടോ. 50 കിലോ കാണുമെന്ന്. അപ്പം ഞാൻ 80 കിലോ ആയാലും വലിയ മോശമൊന്നുമില്ല, മീനുണ്ടാക്കുന്നത്. അപ്പോൾ പിള്ളേരോട് വെട്ടിത്തരണമെന്ന് പറഞ്ഞു. അതെ എൻ്റെ അമ്മോ മതി. എല്ലാവരും മേടിച്ചു പോയി തിന്ന് തീർക്കല്ലേ അല്ലേ? എന്നും വരുമല്ലേ ഇതേപോലെ. അവർക്ക് മീൻകറിയാണ്, മീനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഇതേ മത്തി മേടിച്ച് അരച്ച് വരട്ടി വെച്ചു, രസം വെച്ചു, പിന്നെ അയല തേങ്ങ അരച്ച് കറി വെക്കാൻ പോവുക, മാങ്ങ ഇട്ടിട്ടുള്ള കറി വെക്കാൻ പോവുക. 12 മണിയായി, എപ്പോഴത്തേനും എത്തും തരത്തില്ല. 9 ആയപ്പോൾ അവിടുന്ന് പോകുന്നുണ്ടെന്ന് അനിയത്തി വിളിച്ച് പറഞ്ഞു. സർപ്രൈസായിട്ട് മിണ്ടാതെ വരും. ഇന്ന് രാവിലെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് സന്തോഷം. കാരണം അവർക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇരുന്ന് ഭയങ്കര എന്തോ ഒരു ഉത്സവം മുടക്കുക. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരിങ്ങോട്ടേക്ക് വരുന്നതും. അവരെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു, അടിച്ചു പൊളിക്കായിരുന്നു. ഇതിപ്പം സുഖവും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും വരട്ടെ അല്ലേ. അപ്പം പെട്ടെന്ന് ഞാനിവനെയൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. പിന്നെ പോർക്ക് കറിയുണ്ട്, പിന്നെ എന്തെങ്കിലും തോരനും കൂടെ വെക്കണം പെട്ടെന്ന്. എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് എന്നിട്ട് ഞാൻ ചീരയും പറിച്ച് മത്തേല 2 കൂടെ പറിച്ച് കൊണ്ട് വെച്ചു. തോരനും കൂടെ വെച്ചേക്കാം. മെഴുക്കുവരട്ടിയുണ്ട്, ബാക്കി കറിയെല്ലാം വെച്ചു. അപ്പോൾ ഇതെന്ന് പറഞ്ഞു ഇപ്പോഴത്തേനും ഒരാൾ കൊടുത്തു വിട്ടേക്കുന്നത്. ഞാൻ ഈയിടെ പറഞ്ഞു ചീനിക്കിഴങ്ങ് എവിടെയും കണ്ടാൽ മേടിക്കണേ ഇടയിനെ. അപ്പോൾ ചീനിക്കിഴങ്ങ് മേടിച്ചു. ഇത് ഇവിടെ തന്നെ വല്ല കല്യാണവും ഉണ്ടോ? അതേ അനിയൻ വരുന്നതിന് പച്ചക്കറി പുഴുകി കൊടുക്കാറാ തോന്നി. ഇത് എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചു ഇത് എന്തിനാ ചേട്ടാ ഇത്രയും പച്ചക്കറി എന്ന് ചോദിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറയണ സാമ്പാർ കായോ ഇട്ട് തിന്നാൻ. പെട്ടെന്ന് കുറേ വെച്ചിട്ട് കായോ ഇട്ട് തിന്നാൻ. എൻ്റെ മാതാവ് ഇനി എന്നാ. അപ്പോൾ ഇപ്പോൾ എന്നാ പറയുന്നത്, കുറച്ച് ദിവസമായിട്ട് മരുന്നും കാര്യങ്ങളും ഒക്കെ കഴിച്ച് എണ്ണയൊക്കെ നിറച്ച് നിറച്ച് എണ്ണയാണ് കേട്ടോ. ഒരു സ്പൂണിനകത്ത് ചൂടാക്കി തേക്കേണ്ടതുകൊണ്ട്, അല്ലാതെ 2 തുള്ളി ഇറ്റ് വയ്ക്കുന്നതുകൊണ്ട് എല്ലാം നിറുകലാണ് കേട്ടോ. അതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ഇച്ചിരി വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ട്. എങ്ങനെയാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മാറിയിട്ടാട്ടെ. ഒരു 1 ആഴ്ച 2 ആഴ്ച കഴിക്കുമ്പോഴേ നമുക്ക് നല്ലതായിട്ടുള്ള റിസൾട്ട് അറിയത്തുള്ളല്ലോ. എന്നാലും ഇച്ചിരി വ്യത്യാസമുണ്ട്. ചേട്ടായും പറയുന്നുണ്ട് കേട്ടോ രാത്രിയിലൊക്കെ. പിന്നെ ഈ എണ്ണ തേക്കുന്നുണ്ടാന്ന് തോന്നുന്നു. അത്യാവശ്യം നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഉറക്കമില്ല. ആരുടെയും ഇപ്പം എൻ്റെ മക്കളുടെ ആയിക്കോട്ടെ, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ആയിക്കോട്ടെ, ആരുടെയും അല്ല കൊച്ചുമക്കളുടെ ആയിക്കോട്ടെ, ആരുടെയും ഒക്കെ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആരുടെയും ഒരാളുടെ മുഖം പെട്ടെന്ന് മനസ്സിലോട്ട് ഓർത്താൽ മതി. പിന്നെ കാട് കയറി ചിന്തിച്ചോണ്ട് കിടക്കും. എന്ത് ചെയ്തും ഉറങ്ങില്ല. ചേട്ടായി 2-3 പ്രാവശ്യം ഉറക്കത്തിനിടെ എണീറ്റ് മൂത്രമൊഴിക്കാനൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ ഉറങ്ങിയില്ലേ ചേട്ടായി, എനിക്ക് ഉറക്കം വരുന്നില്ല ചേട്ടായി, അങ്ങനെ പറഞ്ഞോണ്ട് കിടക്കാറ്. അതുകൊണ്ട് ഇപ്പം ഈ എണ്ണ തേക്കാൻ തുടങ്ങിയതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഉറക്കം കിട്ടുന്നുണ്ട്. പിന്നെ
ഇന്നലെ ഭയങ്കര തകർപ്പ മഴയും ഇടിയൊക്കെ ആയിരുന്നു. ഇത്രയും ദിവസം ഇങ്ങനത്തെ ഒരു മഴയും ഇടിയൊന്നും പെയ്തിട്ടില്ല. അപ്പോൾ ഭയങ്കര ഇടിയെന്ന് വെച്ചാൽ വീട് വരെ കുലുങ്ങുന്ന മാതിരിയായിരുന്നു. ഞാനന്നേരം ഓർക്കുമായിരുന്നു മുല്ലപ്പെരിയാറിൻ്റെ അടുത്തെങ്ങാനും ആ ഇടി വെട്ടെങ്കിൽ മുല്ലപ്പെരിയാർ അപ്പോഴേ പൊട്ടും. ഒറ്റ സൈസ് പെരയൊക്കെ നിന്ന് കിടുകിടുകിടുകിടുന്ന് കുലുങ്ങുമായിരുന്നു. ഞാൻ ഓർത്തതിൻ്റെ ഭൂമികുലൊക്കെ ആണെന്ന് കേട്ടോ. അതേപോണൊക്കെ ഭയങ്കര ഇടിയായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഒരു പേടിയായിരുന്നു ഇന്നലെ. പിന്നെ എന്നാ ചെയ്യാനാ, എന്ത് വന്നാലും നേരിടുക അല്ലേ. എന്ത് വന്നാലും ഇപ്പം എന്നാ പറയുന്നത്, മുല്ലപ്പെരിയാർ പൊട്ടി നമ്മൾ വെള്ളത്തിൽ കൂടെ പോയി ചാകാനാ വിധിയെങ്കിൽ നമുക്കത് തടഞ്ഞു നിർത്താൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല. എന്ത് വന്നാലും നമ്മൾ തരണം ചെയ്ത് തന്നെ മുമ്പോട്ട് പോകണം, അതേ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളും. ഏതായാലും ഇന്ന് ഇച്ചിരി സന്തോഷമുണ്ട്. രാവിലെ ഇപ്പം അനിയനും കൊച്ചൊക്കെ വരുന്നത് കേട്ടപ്പോഴത്തേനും ഇച്ചിരി ഒരു അയ്യോ ഉള്ളിൻ്റെ ഉള്ളിലൊരു സന്തോഷമുണ്ട്. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ഉച്ചയ്ക്ക് മരുന്നില്ല കേട്ടോ, രാവിലെ വൈകിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ ഒരു വിശേഷം. അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. നാളെ അവരെയൊക്കെ കൂടെ അനിയനെയും അനിയൻ്റെ കുഞ്ഞിനെയും ഒക്കെ കൂടെ ഉൾപ്പെടുത്തി നല്ലൊരു ഹാപ്പി വീഡിയോ ഇട്ട് വരാം. ഇന്നുണ്ടല്ലോ 10ാം ക്ലാസ്സുകാരുടെ റിസൾട്ട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. കണ്ണൻ്റെയും ഈ മോനും അതെ കേട്ടോ, ഇപ്പം വരുന്ന ഗൗതുവിൻ്റെ അതെ 10ാം ക്ലാസ്സാണ്. പക്ഷെ മാറ്റി വെച്ചു 9ാം തീയതി അതല്ലേ. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ജയിക്കട്ടെ, പരീക്ഷ എഴുതിയ എല്ലാ മക്കളും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജയിക്കട്ടെ. ഒരു പരിധി വരെ റിസൾട്ടൊക്കെ വരുമ്പോൾ ഒരു സമാധാനക്കേട എന്തെങ്കിലും പറയുമ്പോഴത്തേനും അവിടെ പോയി മരിച്ചു, ഇവിടെ പോയി മരിച്ചു, അല്ലെങ്കിൽ അതിന് കുറഞ്ഞതിന് മരിച്ചു, അങ്ങനെ കുറേ വാർത്തകൾ കേൾക്കുന്ന ഒരു ഇതാ. ഇന്നലെ ആരും കൂടെ കയറി വന്നപ്പോൾ പറയാം 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് ആ സിന്ധോമേ നാളെ കുറേ പേര് പിള്ളേർ ചാവുന്ന ദിവസം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമാനെ ആരും ചാവരുത്. അല്ല, എന്തിനാ ചാവുന്നേ? അവൻ തന്നെ പറയാം എന്തിനാ ചാവുന്നേ? ഒരു ഇതിന് തോറ്റുപോയാലും നമുക്ക് പിന്നെ മാർക്ക് മേടിച്ച് ജയിക്കാമല്ലോ അല്ലേ, അങ്ങനല്ലേ ചെയ്യേണ്ടി അല്ലേ എന്ന് പറഞ്ഞാൽ അത്രയും കുഞ്ഞു കൊച്ചിൻ്റെ ബുദ്ധി പോലും ഇല്ലാണ്ടേ ഓർക്കാതെ ഈ ഒരു എടുത്തിയാട്ടത്തിന് ഓരോ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ഓരോ പരിപാടികൾ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമം വരുന്ന ഇതാ. അപ്പം അങ്ങനൊന്നും ഉള്ള വാർത്തകളും കേൾക്കാതെയും കാണാതെയൊക്കെ ഇരിക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിക്കട്ടെ. നമ്മുടെ ഒരു സ്വപ്നമല്ലേ മക്കളെയൊക്കെ പഠിപ്പിച്ച് കഴിയുമ്പോഴൊരു ജോലി കിട്ടുക എന്നൊക്കെ ഉള്ളതല്ലേ, ഒക്കെ നടക്കട്ടെ. പിന്നെ എന്നതാ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇന്ന് ചിലപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആയിരിക്കും, വലിയ ലെങ്തി വീഡിയോ ഒന്നുമല്ല. എന്നാലും ഇത് മതി ഇന്നത്തേന് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ അവലോടണം ഒന്ന് തിരിച്ചു പിടിച്ചേരാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.